മധുരം കേക്ക്. ഓ നീ ഇതുകൊണ്ടല്ലേ? ആ വിളിച്ചോ. നിങ്ങണ്ടേ? എന്റെ അപ്പച്ചനും അമ്മച്ചിയും. ഇതെന്റെ അനുജൻ രാജു മണവാണ്. രാജുമോനെന്നാ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. ഒരു ആക്സിഡന്റ് മരിച്ചുപോയി 1 വർഷം മുമ്പ്. ഒരു ഒരു സ്മാൾ അടിയടോ, ഒരു ധൈര്യമൊക്കെ വരണ്ടേ? തമ്പി മണവാള, നീ ഇന്നു മുതൽ അർദ്ധനാരീശ്വരനായിരിക്കും. നിന്റെ വാമഭാഗം അലങ്കരിക്കുവാൻ സുന്ദരിയും സുശീലയുമായ സിസിലി ഈ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും. നീ ഭക്ഷിച്ചില്ലെങ്കിലും അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നിനക്ക് നല്ല വസ്ത്രങ്ങളില്ലെങ്കിലും അവൾക്ക് നല്ല വസ്ത്രം നൽകുക. നിന്നെ പോലെ തന്നെ നീ അവളെയും സ്നേഹിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. ആമീൻ. എന്റെ ലേറ്റസ്റ്റ് ഫിലിമിന്റെ ഡയലോഗാണ്. എങ്ങനുണ്ട്? ഓ ബൈബിളാണോ കഥ? ഇത് എനിക്ക്, ഇത് കുറുപ്പസാ. സാറേ സാറേ അടി സാറേ. ഇന്നത്തെ ദിവസം തൊഴിലാളി മുതലാളി ഇല്ല. അങ്ങോട്ട് കഴിക്ക് സാറേ. സാറേ സാറേ, പുതിയ കൊലക്കേസ് വല്ലതും കയ്യിലുണ്ടോ മലയാള സിനിമയ്ക്ക് പറ്റിയത്? CBI-കാരോട് അന്വേഷിക്കുക. കൊള്ളാവുന്ന കേസൊക്കെ അവരുടെ കയ്യിലാ. ഞങ്ങളുടെ കയ്യിൽ വെറും തടവ് കേസേ ഉള്ളൂ. എന്നാ ഞാൻ വെറും തടവിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇപ്പൊ വേണ്ട, ഇതൊക്കെ ഒന്ന് തീരട്ടെ. ഇനി തന്നെ നോക്കട്ടെ, നിക്ക്. ഞാനൊരു മോഷ്ടാവാണെന്ന് മണി 11 ആ പെണ്ണിരുന്ന് മുഴിഞ്ഞാണ്. ഞാൻ കള്ളനാണെന്ന് ഏത് പട്ടിയടാ പറഞ്ഞത്? നീ പൊയ്ക്കോ, ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇവരെ അടുത്ത് ജീപ്പിലോട്ട് ഇട്. അതേപോലെ കൂടെ മലയാളത്തിൽ വരട്ടെ സംശയ. ഓ ഇതും പ്രസന്റ് ആണോ? ഏതായാലും ഇരിക്കട്ടെ. സിസിൽ ഇരിക്കൂ, ഇരിക്കൂ. നാല് പ്രാവശ്യം ഞാൻ പെണ്ണ് കാണാൻ പോയി. 5ാമത്തെ പെൺകുട്ടിയാണ് സിസിലി. കണ്ട പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടപ്പെടാനിട്ടല്ല. എന്റെ അനുജൻ രാജുമോൻ അവരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വേണമെന്ന് വെച്ചതാ. സിസിലി അവൻ കണ്ടിരുന്നെങ്കിൽ അവനും ഇഷ്ടപ്പെടുമായിരുന്നു. വെളുത്ത് ഒതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവുമുള്ളൊരു സുന്ദരി ആയിരിക്കണം എന്റെ മണവാട്ടി. അതായിരുന്നു രാജുവിന്റെ കൺസെപ്റ്റ്. യു പെർഫെക്റ്റ്ലി മാച്ച് ഇറ്റ്. പിന്നെ സ്വഭാവം
അതിലൊക്കെ ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. സംശയം, അസൂയ, കുശുമ്പ്, പെറ്റി ഈഗോസ്, ഈ ശത്രുക്കൾക്കൊന്നും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. സിസിലിയുടെ മനസ്സിന് സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം. ആയിരത്തി 1988 ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 11:30 ഭാര്യയായ സിസിലിയും ഭർത്താവായ ഫിലിപ്പോസ് മണവാളനും എല്ലാ ദേവന്മാരെയും ദേവിമാരെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി അവരുടെ ശോഭനമായ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ സർവേശ്വരനായ പിതാവിന് ഞാനെന്റെ നന്ദി രേഖപ്പെടുന്നു. ക്ഷമിക്കണം, പ്രത്യേകിച്ചും ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തതിന്. നിങ്ങൾ ആരാ? അക്ബർ. അക്ബർ ഇസ് മൈ നെയിം. മസ്കറ്റിലായിരുന്നു, ഇന്നലെ വന്നുള്ളൂ. ഈ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? രാജുവിനെ കാണാനാ വന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹി ഈസ് നോ മോർ. ഐ എക്സ്റ്റെൻഡ് മൈ ഡീപ് കണ്ടോളൻസ്. പക്ഷെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് കിട്ടുവാനുള്ള കാശ് ഉപേക്ഷിക്കാൻ പറ്റുമോ? രാജു എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട്. 1.5 ലക്ഷം രൂപയോ? ഡോക്യുമെന്റ്സ് ഉണ്ട് എന്റെ പക്കൽ. സേ സോറി, എനിക്കിപ്പോ കാണാൻ സമയമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ ഓഫീസിൽ വന്നാൽ മതി, അവിടെ വെച്ച് സംസാരിക്കാം. നീ ഇരിക്കും, അവൻ വിളമ്പിക്കോളൂ. വേണ്ട, ഞാൻ കഴിച്ചോളാം. എന്താ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. തമ്പിച്ചായന്റെ ബാങ്ക് ബ്ലേഡ് കമ്പനിയാണോ? പ്രൈവറ്റ് ബാങ്കിനെയൊക്കെ ആളുകൾ ബ്ലേഡ് കമ്പനി എന്നാ വിളിക്കാറ്. പക്ഷെ നമ്മുടെ ബാങ്കിന്റെ ഇടപാടിൽ ബ്ലേഡ് ഒന്നുമില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് വാങ്ങുമില്ല, കൊടുക്കുമില്ല. എന്താ നീ ചോദിച്ചത്? എനിക്ക് ബ്ലേഡ് കമ്പനിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 45 വർഷത്തെ ബിസിനസ് പാരമ്പര്യമാണ് നമ്മുടെ കമ്പനിക്ക്. ഇതുവരെ ഒരാളുടെയും ശാപം അറിഞ്ഞുകൊണ്ട് തലയിൽ വാങ്ങി വെച്ചിട്ടില്ല. ബിസിനസ് മര്യാദക്ക് നടക്കുന്നതുകൊണ്ട് വരവും ചെലവും ഒത്തുപോകുന്നു. ഞാനൊരു ആവറേജ് മാനാണ്. വലിയ പണക്കാരന്റെ കറുത്ത ചങ്ക് എനിക്കില്ല. ഇനി എന്താ സ്ഥിതിക്ക് അറിയേണ്ടത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ശരി. ഇത് രാജു ഉപയോഗിച്ചിരുന്ന ബൈക്കാ. ഇവിടുന്ന് ഓഫീസ് വരെ ചിന്നനായ എന്റെ മുതലാളി അല്ലടാ. അയ്യോ, അങ്ങനൊന്നുമല്ലേ. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ.